ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മാച്ച് ഒരു ഡിസപ്പോയിന്റിംഗ് മാച്ച് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. എന്താണ് പറയാ, ഒരു ഷോട്ട് കൊണ്ട് ടാർഗറ്റ് പോലും ഇല്ലാത്ത മത്സരം. അപ്പൊ ഇനി രണ്ടാം പാദം ആൻഫീൽഡിൽ വെച്ച് മിറാക്കിൾസ് സംഭവിക്കുമോ, അതും ഇത്തരത്തിൽ ഒരു മികച്ച ഫുട്ബോൾ കളിക്കുന്ന PSG-ക്കെതിരെ? എന്തായിരിക്കും നിങ്ങളുടെ കോച്ച് പറയുക? ആ ഒരു സംഭവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ലാസ്റ്റത്തെ 3 ലിവർപൂൾ മത്സരം എടുത്താൽ അവര് ഏകദേശം 8 ഗോൾ വാങ്ങിയിട്ടുണ്ട്. 8 ഗോളല്ല 7 ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. 2 ഗോൾ മാത്രമേ സ്കോർ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ പൂർ പെർഫോമൻസ് ആണ്. ബട്ട് ലിവർപൂൾ ഫാൻസിനെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് ലിവർപൂൾ മാനേജർ ആയിട്ടുള്ള സ്ലോട്ട് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദി ഗെയിം അറ്റ് ആൻഫീൽഡ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആൻഫീൽഡിൽ വെച്ചുള്ള കളി അത് വേറെ ടൈപ്പ് ഓഫ് മത്സരം തന്നെയായിരിക്കും. വി ഷുഡ് ബി ലക്കി ദാറ്റ് വി ഓൺലി ലോസ് ബൈ 2-0. ഞങ്ങൾ 2-0 തോറ്റത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നും പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ UCL റൗണ്ട് 16 കണ്ടതാണ് ഗലറ്റസറായി 1-0 തോൽക്കുന്നു, പിന്നെ 4-0 കംബാക്ക് അടിക്കുന്നു. അതുപോലെ തന്നെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഗലറ്റസറായി അല്ല PSG-ക്ക് ആ ഒരു കൃത്യമായ ഒരു ഫോർമേഷനും കൃത്യമായ ഒരു ടാറ്റിക്സിലും വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടീമിനെതിരെ ഇപ്പോ ഈ ഒരു ലിവർപൂൾ സൈഡിന് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ആൻഫീൽഡിൽ പല മിറാക്കിൾസും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താകും എന്നുള്ള കാര്യത്തിൽ കണ്ടറിയേണ്ടതാണ്. ബട്ട് സ്ലോട്ട് എന്ന ലിവർപൂൾ പരിശീലകൻ തന്റെ ടീമിൽ കോൺഫിഡന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോമന്റ്സ് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.